Hello. So in this video നമ്മൾ പറയാൻ പോകുന്നത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസ് ഇൻ കേരളയാണ്. സോ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജസ് ഇൻ കേരള അണ്ടർ കീം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിൽ തന്നെ പ്രൈവറ്റ് അതായത് സെൽഫ് ഫിനാൻസിങ് കോളേജസ് ഉണ്ട്, ഗവൺമെൻറ്റും ഗവൺമെൻറ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജസും അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇൻ ദിസ് വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസ് ആണ് കേരളത്തിലെ. അപ്പോൾ അവിടുത്തെ കോഴ്സുകളും എത്ര സീറ്റും ഉണ്ടെന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഇറ്റ് ഇസ് CET ആണ്, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം. 1939 വന്നിട്ടുള്ള കോളേജാണ് ആൻഡ് ഇറ്റ് ഇസ് സിറ്റുവേറ്റഡ് ഇൻ ട്രിവാൻഡ്രം. അവിടുത്തെ കോഴ്സസ് ആണ് സിവിൽ എഞ്ചിനീയറിങ്ങിന് 120 സീറ്റ് ഉണ്ട്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങിന് 120, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിങ്ങിന് 60, അപ്ലൈഡ് ഇലക്ട്രോണിക്സിന് 60, മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് 120, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിങ്ങിന് 60, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്ങിന് 120 സീറ്റ്സ് ഉണ്ട്. ഓക്കെ, അടുത്തത് വരുന്നത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരാണ്. GECT എന്നാണ് അറിയപ്പെടുന്നത്. 1957 വന്നിട്ടുള്ള കോളേജാണ്, തൃശ്ശൂരാണ്. അവിടുത്തെ കോഴ്സസ് സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗ്, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. ഓക്കെ, അടുത്തത് വരുന്നത് തങ്ങൾ കുന്ന് മുസ്ലിയാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊല്ലത്താണ്. ഇത് ഗവൺമെൻറ് എയ്ഡഡ് കോളേജാണ്. ഇത് ഗവൺമെൻറ് വന്നു ഇതിന് എനിവേ ഇതൊരു ഗവൺമെൻറ് എയ്ഡഡ് കോളേജാണ്. TKMC എന്നാണ് അറിയപ്പെടുന്നത്. 1958 വന്നിട്ടുള്ള കോളേജാണ്, കൊല്ലത്താണ്. അവിടുത്തെ കോഴ്സസ് സിവിൽ എഞ്ചിനീയറിങ്ങിന് 120 സീറ്റ്, മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് 180, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിങ്ങിന് 120, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിങ്ങിന് 120, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്ങിന് 120, കെമിക്കൽ എഞ്ചിനീയറിങ്ങിന് 60, ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്ങിന് 60 സീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ വരുന്നതാണ് NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാലക്കാട്. ഇതും ഒരു ഗവൺമെൻറ് എയ്ഡഡ് കോളേജാണ്. ഇത് പഴക്കം ചെന്നിട്ടുള്ള കോളേജാണ്. ഏകദേശം 3rd or 4th ആയിട്ട് കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജ് ഒന്നാണിത്. NSSC എന്നാണ് അറിയപ്പെടുന്നത്. 1960 വന്നിട്ടുള്ള കോളേജാണ്, പാലക്കാടാണ്. അവിടുത്തെ കോഴ്സസ് സിവിൽ എഞ്ചിനീയറിങ്ങിന് 120 സീറ്റ്സ്, മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് 120, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങിന് 120, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിങ്ങിന് 90, ഇൻസ്ട്രുമെൻറ്റേഷൻ കൺട്രോളിന് 60, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്ങിന് 60. ഓക്കെ, ഇനി വരുന്നത് ഗവൺമെൻറ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കണ്ണൂരാണ്. GCEK എന്നാണ് അറിയപ്പെടുന്നത്. 1986 വന്നിട്ടുള്ള കോളേജാണ് ആൻഡ് ഇറ്റ് ഈസ് ഇൻ കണ്ണൂർ. സിവിൽ എഞ്ചിനീയറിങ്ങിന് 60 സീറ്റ് ഉണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 60, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങിന് 60, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിങ്ങിന് 90, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്ങിന് 60 സീറ്റ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ വരുന്നതാണ് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോട്ടയം. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഇത് ടെക്നോളജി എന്നാണ്, ടെക്നോളജി കോട്ടയം. RIT എന്നാണ് അറിയപ്പെടുന്നത്. 1991 വന്നിട്ടുള്ള കോളേജാണ്, കോട്ടയത്താണ്. അവിടെ സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെയാണ് ആ ഒരു കോളേജിൽ ഉള്ളത്. പിന്നെ വരുന്നത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് ബാട്ടൺ ഹിൽ ട്രിവാൻഡ്രം. സോ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ട്രിവാൻഡ്രത്തുള്ളത് GECB എന്നാണ് അറിയപ്പെടുന്നത്. 1999 വന്നിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജാണ് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഇൻ ട്രിവാൻഡ്രം. ഇൻഫർമേഷൻ ടെക്നോളജി, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇത്രയും കോഴ്സസാണ് ബാട്ടൺ ഹിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ അത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോടാണ്. GECK എന്നാണ് അറിയപ്പെടുന്നത്. 1999 കോഴിക്കോട് വന്നിട്ടുള്ള കോളേജാണ്. അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷന് 60 സീറ്റ്സ് ഉണ്ട്, സിവിൽ എഞ്ചിനീയറിംഗ് 60, കെമിക്കൽ എഞ്ചിനീയറിംഗ് 60, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് 60, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 60, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈന് 60. സോ അവിടുത്തെ കമ്പ്യൂട്ടർ സയൻസ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളത് തന്നെയാണ്. പിന്നെ വരുന്നത് പാലക്കാടുള്ളതാണ്, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ശ്രീകൃഷ്ണപുരം, പാലക്കാട്. ശ്രീകൃഷ്ണപുരത്താണുള്ളത്. GECP എന്നാണ് അറിയപ്പെടുന്നത്. 1999 വന്നിട്ടുള്ള കോളേജാണ്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്.
അടുത്തത് വരുന്നത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് വയനാടാണ്. സോ മാനന്തവാടിയാണ് ഉള്ളത്. GECW ആണ്. 1999 വന്നിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജാണ്. അവിടെ ഉള്ളത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് സിവിൽ ആൻഡ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്. ഇത്രയും കോഴ്സസാണ് GECWയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, പിന്നെ വരുന്നതാണ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കി. ഇടുക്കിയിലാണ് GECI എന്നാണ് അറിയപ്പെടുന്നത്. 2000 വന്നിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജാണ്. അവിടെ ഉള്ളത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് ആൻഡ് ബേസിക് സയൻസ്. സോ ഇത്രയും ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസാണ് കേരളത്തിലുള്ളത്. അടുത്തൊരു വീഡിയോയിൽ ഓരോരോ കോളേജസിൽ ഓരോരോ കോഴ്സിന് കയറിയ റാങ്കായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്ത വരുന്ന വീഡിയോസൊക്കെ കാണുക. താങ്ക് യു.